നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ട ജില്ലയിൽ പ്രാദേശികാടിസ്ഥാനത്തിൽ നയവിശദീകരണ യോഗങ്ങൾ സംഘടിപ്പിച്ച കോൺഗ്രസ്. രാജകുമാരിയിൽ സംഘടിപ്പിച്ച യോഗത്തിൽ സംസ്ഥാന സർക്കാരിനെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് കെപിസിസി ജനറൽ സെക്രട്ടറി ഇബ്രാഹിംകുട്ടി കല്ലാർ. അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ ഇന്ന് തൊഴിലില്ലാത്തതിനാൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യുകയാണെന്നും സർക്കാർ ഓഫീസുകളിൽ താൽക്കാലിക നിയമനം നടത്തിയ പാർട്ടിക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള നീക്കമാണ് സർക്കാർ നടത്തുന്നതെന്നും ഇബ്രാഹിംകുട്ടി കല്ലാർ കുറ്റപ്പെടുത്തി. തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ട് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന നയവിശദീകരണ യോഗത്തിന്റെ ഭാഗമായി രാജകുമാരിയിൽ സംഘടിപ്പിച്ച യോഗത്തിലാണ് കെപിസിസി ജനറൽ സെക്രട്ടറി ഇബ്രാഹിംകുട്ടി കല്ലാർ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. മാതാപിതാക്കളെ സംരക്ഷിക്കുവാൻ വിദേശ രാജ്യങ്ങളിൽ പോയി ജോലിയെടുക്കേണ്ട സാഹചര്യമാണ് അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്ക്. പാർട്ടി ഓഫീസുകളിൽ ചായ വാങ്ങാൻ നിന്നവരെ സർക്കാർ ഓഫീസുകളിൽ താൽക്കാലികമായി നിയമിക്കുകയും ഇപ്പോൾ അവരെ സ്ഥിരപ്പെടുത്തുന്നതിനുമാണ് സർക്കാർ നീക്കമെന്നും കല്ലാർ കുറ്റപ്പെടുത്തി. വിദ്യാഭ്യാസത്തിന്റെ ഉന്നതികൾ ചവിട്ടിക്കൊണ്ട് കടന്നു പോകുന്ന ചെറുപ്പക്കാരിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ചെറുപ്പക്കാർക്ക് കേരളത്തിൽ രക്ഷയില്ല. കേരളത്തിന്റെ സമസ്ത മേഖലകളിൽ നിന്നും യുവജനങ്ങളുടെ ഒഴുക്കാണ്, അഭ്യസ്തവിദ്യരായിട്ടുള്ള ചെറുപ്പക്കാരുടെ ഒഴുക്കാണ് പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക്, അറേബ്യൻ രാജ്യങ്ങളിലേക്ക്, മറ്റു സ്ഥലങ്ങളിലേക്ക്. നല്ല വിധേനയും എന്റെ അച്ഛനെയും അമ്മയെയും എന്റെ കുടുംബത്തെയും നോക്കണമെങ്കിൽ ഞങ്ങൾ മറ്റ് രാജ്യങ്ങളിൽ പോയി ജോലിയെടുത്താലേ കഴിയൂ എന്ന നിലയിലേക്ക് കേരളത്തെ ആക്കിയതിന്റെ ഒന്നാമത്തെ ഉത്തരവാദി ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് അല്ലേ? ദേശീയപാതയുടെ പിതൃത്വം ഏറ്റെടുത്ത് റീൽസ് ഇട്ട് കളിച്ച മുഹമ്മദ് റിയാസും CPM-ഉം വ്യാപകമായ ക്രമക്കേടിൽ ദേശീയപാത തകർന്നപ്പോൾ ഏറ്റെടുക്കാൻ ആരുമില്ല. ഇന്ന് ദേശീയപാത അനാഥമാണെന്നും ഇബ്രാഹിംകുട്ടി കല്ലാർ പറഞ്ഞു. രാജകുമാരി ടൗണിൽ സംഘടിപ്പിച്ച യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് റോയി ചാത്തനാട്ട് അധ്യക്ഷത വഹിച്ചു. KPCC വക്താവ് അഡ്വക്കേറ്റ് സേനാപതി വേണു മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം ബ്ലോക്ക് DCC നേതാക്കളും നിരവധി പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജകുമാരി.